നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടയുന്നു. വിവിധ കാരണങ്ങളാൽ കച്ചവടം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് കച്ചവടക്കാർ പറയുന്നു. പേരാമ്പ്രയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം. വികസനത്തിന്റെ പരമോന്നത പദവിയിലെത്തിയ പേരാമ്പ്ര പട്ടണത്തിലെ വ്യാപാരികൾ ഇന്നും ദുരിതത്തിൽ. വെള്ളപ്പൊക്കവും നിപ്പയും കോവിഡിന് ശേഷവും വ്യാപാരം മെച്ചപ്പെട്ടിട്ടില്ല. മുമ്പ് പേരാമ്പ്ര പട്ടണത്തിലെ വ്യാപാര മേഖല മെച്ചപ്പെട്ടതായിരുന്നു. ഇന്ന് സാമ്പത്തിക മാന്ദ്യവും ജനങ്ങളെപ്പോലെ തന്നെ വ്യാപാര മേഖലയെയും സ്തംഭിപ്പിച്ചു. വിവിധ കാരണങ്ങൾ കൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി തുടങ്ങി. ക്രമാതീതമായ വാടക വർദ്ധിപ്പിക്കലും സൂപ്പർ മാർക്കറ്റുകളുടെയും ഓൺലൈൻ ബിസിനസ്സും ചെറുകിട കച്ചവടക്കാരെ കുത്തുപാളയെടുപ്പിച്ചു. ഇതിനിടയിൽ നിരവധി പിരിവുകാരും കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതായി വ്യാപാരി നേതാക്കൾ പറഞ്ഞു. പേരാമ്പ്ര വന്നിട്ട് ഏകദേശം ഒരു 30 വർഷത്തിനടുത്തായി. 30 വർഷത്തിൻ്റെ ഇടയ്ക്കിൽ ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഒരു കച്ചവടം ഞാൻ ചെയ്തിട്ടില്ല. അത്രയും അവധാണ് കച്ചവടം. കാരണം 4 മണി വരെ കുത്തിരിഞ്ഞിട്ട് കൈയിട്ടും വെക്കാത്ത ദിവസമുണ്ട്. 4 മണി. കാരണം നിങ്ങൾ വിചാരിക്കും 4 മണി വരെ. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഒരു 10 റുപ്യ 20 റുപ്യ ഉണ്ടെന്ന് വെച്ചാൽ ഒല മൂത്ത് നോക്കി എന്തെന്നാ പറയുക, എടുത്തു കൊടുക്കാൻ പെട്ടിയിലൊന്നുമില്ല. അപ്പം ദിവസം നിലവിളിക്കുക. കാരണം ആരും കാണാണ്ട് നിലവിളിക്കുക. കാരണം ആരും കണ്ടാൽ ചോദിക്കും ഇനി എന്താണോ നിലവിളിക്കുന്നത്. അപ്പോൾ അത്ര പോലുള്ള ദയനീയ അവസ്ഥയാണ് പേരാമ്പ്ര ടൗണിൽ. കാരണം ചെറുകിടക്കാരനായ ഞാനാ പറയുന്നത്. കാരണം 30 വർഷത്തിൻ്റെ ഇടയ്ക്കിൽ എൻ്റെ അനുഭവം പറഞ്ഞു. 30 വർഷത്തിനടുത്തായി ഞാൻ പേരാമ്പ്ര ടൗണിൽ ചെറുകിട കച്ചവടം ചെയ്യുന്നു. അത്രയും ദയനീയമായ അവസ്ഥ കാരണം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാളെല്ലാം ശരിക്കും നാം പൂട്ടിപ്പോകാത്തത് വീട്ടിലേക്ക് ആൾ വരുന്ന കൊണ്ടാണ്. വീട്ടിലേക്ക് ആൾ വരും. അപ്പം ഇവിടെ എന്തിന് കുത്തിരിക്കാന്ന് ആൾക്കാർ ചോദിക്കും, എന്തിന് കുത്തിരിക്കാൻ എന്താ. പക്ഷേ ഇത്രയും കാലം വേറെ എന്ത് പണിയെടുക്കാൻ ഇനിയൊരു പണിയെടുക്കി പോകാനാകും. 50-55 വയസ്സായി. അതിൻ്റെ ഇടയ്ക്ക് ഇനി വേറെ ഒരു പണിക്കൊന്നും പോകാനുള്ള കപ്പാസിറ്റി നമുക്കില്ല ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കിൽ പിരിവ്, പാർട്ടി പിരിവ്, പിന്നെ കുടുംബക്ഷേത്രങ്ങളിലുണ്ടാകുന്ന പിരിവ്, അതിൽ ചാക്കരി അത് ഇതെല്ലാം വെച്ചിട്ട് കൊണ്ടുവരിക. 20 ഉറുപ്പ്യയ്ക്ക് ആയാലും ചോദിക്കാം. 20 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ പെട്ടിയിലുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാം. പക്ഷേ അവരോട് പറയുമ്പോൾ ഇല്ലയെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടിയിലില്ല 20 ഉറുപ്പ്യ എടുത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് അതില്ല എന്ന് പറയുന്നത്. കാരണം വൈകുന്നേരം വണ്ടിയിൽ പെട്രോൾ അടിക്കണമെങ്കിൽ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ രാത്രി 10 മണി വരെയെല്ലാം കുത്തിരിഞ്ഞ് ആരോ വന്നിട്ടാണ്. ചിലപ്പോൾ അതിൻ്റെ അങ്ങോട്ട് കടക്കാരനോട് ഒൻ്റെയിലും ഉണ്ടാകില്ല. എങ്ങനെയാണ് ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഇരിക്കാനില്ല. അത്രയും കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ സ്ഥിതി ദയനീയ അവസ്ഥ, എൻ്റെ അവസ്ഥ. ഏകദേശം 30 വർഷത്തോളമായിട്ട് പേരാമ്പ്ര കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരി സുഹൃത്താണ് ഞാൻ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പിന്നെ കച്ചവടത്തിൻ്റെ മാന്ദ്യം വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കോവിഡിന് ശേഷം പിന്നെ ബിസിനസ് നടക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമായൊരവസ്ഥയിലാണുള്ളത്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൗണിൽ തന്നെ നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം, ഒരു ഹർത്താൽ മാതിരിയാണുള്ളത്. ഇനിയിപ്പോൾ വന്നാൽ തന്നെ അവരെന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും ഡിസ്കൗണ്ട് കൊടുക്കണം. പിന്നെ വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് മാസം തോറും തന്നെ പറയാം വാടക വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മളിത് കൂട്ടിയിട്ട് വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കേണ്ടി വരുമെന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ചിലവുകൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ പിന്നെ പഞ്ചായത്ത് തലത്തിലും ഗവൺമെൻറ് തലത്തിലും വേറെ എന്തൊക്കെയോ നിയമങ്ങളും മറ്റൊക്കെ വരുന്നുണ്ടെന്ന് അതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. തൊഴിലാളികളുടെ വേതനം അതും കൂട്ടിക്കൊടുക്കണം. പിന്നെ പുറത്തുനിന്നൊക്കെ വന്നിട്ട് പിന്നെ സംഭാവനയും പിരിവ് പല രീതിയിലും വന്നിട്ട് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് പിടിച്ചൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കും. ദിവസം 100 രൂപ പോലും ലഭിക്കാത്ത ചെറുകിട കച്ചവടക്കാരും പേരാമ്പ്ര പട്ടണത്തിലുണ്ടെന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നു. വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. വാടകയൊന്നും കൊടുക്കാനാവുന്നില്ല. അത്രയും ഇതില്ലാണ്. നമ്മളെ ചെലവ് തന്നെ കഴിഞ്ഞാൽ പേരാമ്പ്രങ്ങാടി ജീവിക്കണമെന്ന് വെച്ചാൽ എന്തായാലും ഒരു ചെറിയൊരു പൈസ കൊണ്ടേ എല്ലാവർക്കും, ഞാനല്ല എല്ലാ കച്ചവടക്കാർക്കും അവിടെ എത്തിയിട്ട് എവിടെയോ അവിടെയൊക്കെ അത്രയും ഞാൻ ചെറിയൊരു കച്ചവടം, അവിടെയൊക്കെ വലിയ കച്ചവടം, അവർക്കൊക്കെ മോശമാണ്. എൻ്റെ പേര് ബാബു എന്നാണ്. പേരാമ്പ്ര ആവണി ജില്ലയിൽ നടത്തി വരുന്നത്. കഴിഞ്ഞ 10-25 വർഷത്തിൽ കൂടുതലായി ഇവിടെ സ്ഥാപനം നടത്തുന്നത്. പാരമ്പര്യമായുള്ള കച്ചവടമാണ്. അന്നൊക്കെ നല്ല രീതിയിലുള്ള കച്ചവടങ്ങൾ നടന്നിരുന്നു. ഇന്ന് സ്വർണത്തിൻ്റെ വില വലിയൊരു പ്രശ്നമാണ്. കച്ചവടം വളരെ കുറഞ്ഞു. ഒരുപാട് സ്ഥാപനങ്ങൾ വന്ന് അതുകൊണ്ട് തന്നെ കച്ചവടം വളരെ കുറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ യൂണിറ്റിൽ 10-60ഓളം കച്ചവടക്കാരുണ്ട്. അതിൽ പകുതിയിൽ മുകളിൽ ഇന്ന് പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്.
കച്ചവടം ഇല്ലായ്മ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. രണ്ടാമതായി വരുന്ന വാടക വർധനവ്, വർഷാവർഷം വരുന്ന വാടക വർധനവൊക്കെ കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ പിരിവ്, ദിവസമുള്ള പിരിവ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാപനത്തിലും വരുന്നത് ഇത്രയും വലിയ പിരിവുകളാണ് പല സ്ഥലത്തുനിന്നുള്ളത്. പേരാമ്പ്ര ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ളേരി മുതൽക്ക് ശരിക്കും അത്തോളി ആ ഭാഗത്തുനിന്നും വടകര ഭാഗത്തുനിന്നും കുറ്റ്യാടി തൊട്ടിൽപ്പാലം ഭാഗത്തുനിന്നും ഒക്കെ പയ്യോളിയിൽ നിന്നൊക്കെ നമ്മളെ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സ്ഥലത്തു നിന്നും പിരിവും പേരാമ്പ്രയാണ് വരുന്നത്. സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചതോടെ ലക്ഷങ്ങൾ കടത്തിൽ മുങ്ങി വ്യാപാരം നിർത്തിയവരുമുണ്ട്. കെട്ടിട ഉടമകൾ ഇന്ന് കച്ചവട രംഗത്തില്ല. അവർ ദിവസമേൽ വാടകക്കാരായി മാറി. പേരാമ്പ്ര പട്ടണത്തിൽ ഉടമകൾ വാടക വർദ്ധിപ്പിക്കുന്നതിനാൽ കടയൊഴിവാക്കി കട കാലിയാക്കൽ വിൽപ്പനയിലാണ്. ഒരു കാലത്ത് പേരാമ്പ്രയിൽ മുറി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇന്ന് കടവാടകയ്ക്ക് എന്ന ബോർഡും പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ സർക്കാരും കച്ചവടക്കാരെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നതായും വ്യാപാരികൾ പരാതിപ്പെടുന്നു. ചെറുകിട വ്യാപാര മേഖല വളരെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നതാണ്. ഇപ്പോൾ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇന്നുള്ള കച്ചവടമല്ല, അല്ലെങ്കിൽ ഇന്നുള്ള മാനേജ്മെൻ്റ് അല്ല നാളെ ഓരോ റൂമിലുള്ളത്. പിന്നെ അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മാസ വാടകയ്ക്കായിരുന്നു റൂം. ഇന്ന് ആ മാസ വാടക സംവിധാനം മാറി ദിവസ വാടക സംവിധാനത്തിലേക്ക് എത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ പല കച്ചവടക്കാരൊഴിഞ്ഞ് പേരാമ്പ്രയിൽ ധാരാളം മുറികൾ വാടകയ്ക്ക് കിട്ടാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പേരാമ്പ്ര കാണാത്തൊരു സംവിധാനമായിരുന്നു മുറി വാടകയ്ക്ക് എന്നുള്ളൊരു ബോർഡ്. കാരണം ഒരു റൂം ഒഴിയുമ്പോൾ അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഇയാൾ പൂട്ടിയെന്ന് ചിന്തിക്കാതെ പുതിയ ആളുകൾ വന്നിട്ട് റൂം എടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനും കൂടുതൽ വാടകയ്ക്കൊക്കെ ഈ ഒരു സംവിധാനത്തിനൊക്കെ മാറ്റം വന്ന് ഒരുപാട് ആളുകൾ ഇപ്പം പൂട്ടി പല റൂമുകളും പേരാമ്പ്ര ഇപ്പം പല കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും സ്ഥിതി ആവുക. അതോടൊപ്പം തന്നെ വെച്ചാൽ വൻകിട കച്ചവടക്കാർ വലിയ വലിയ ഇപ്പോൾ റിലയൻസ് പോലത്തെ ആളുകളുടെ മാളുകളുടെ ഒക്കെ തന്നെ രംഗപ്രവേശവും വ്യാപാര മേഖലയെ ചെറുകിട വ്യാപാര മേഖല നന്നായി ബാധിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഒരു നയവും ചെറുകിട വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പറയുകയാണെങ്കിൽ ഈ പുതിയ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ GST, അതോടൊപ്പം പിന്നെ മറ്റേ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള റെയ്ഡ്, ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ റെയ്ഡ്, ലീഗൽ മെട്രോളജി, ഇവരൊക്കെ ഇങ്ങനെ മാറി മാറി കടകളിൽ കയറുകയും ഫൈൻ ഇടുകയും ചെയ്യുന്നൊരു അവസരത്തിൽ പണ്ടെങ്ങാനും നിർത്തിപ്പോയ ഒരു GSTയുടെ പേരിൽ ഇപ്പോൾ ഫൈന് അതിൻ്റെ നോട്ടീസ് അയക്കുന്നൊരു സംവിധാനം, ഇതൊക്കെ വ്യാപാര മേഖലയിൽ പൊതുവേ മാന്ദ്യത്തിൽ അല്ലെങ്കിൽ അന്നന്നത്തെ വായ്ക്ക് പിന്നെ ഒരു വക കണ്ടെത്തുന്ന ആളുകളേക്ക് വലിയൊരു ഫൈൻ ഇട്ടുകൊണ്ട് പൂട്ടുന്നൊരു സ്ഥിതിവിശേഷം ഈ ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം മൂലം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ മേഖലകളിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി രൂക്ഷമാണ്. സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പണം വന്നാൽ മാത്രമേ അത് വിപണിയിൽ ഇറങ്ങിയിട്ട് വ്യാപാരം മെച്ചപ്പെടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൻ്റെ പിന്നെ പ്രതിഫലമൊക്കെ തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരെ നാട്ടിലേക്ക് അയച്ചിട്ട് അവിടേക്കാണ്. ഇവിടെ അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ആ പൈസ ഇവിടെ ഉണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് ആശ്രയിച്ചത്. ഗൾഫ് മേഖലയിൽ നിന്നും പഴയതുപോലെ തന്നെയുള്ളൊരു വരുമാനം, പണത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ നാട്ടിലേക്കില്ല. ഇതൊക്കെ തന്നെ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്, പല നിയന്ത്രണങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാപാര മേഖലയെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.